Singular and plural. Singular and plural, right. In the singular, you might have seen a list. What is the list there? Then we have gone to the sentence, and in the sentence, we have seen subject. Subjectile ഏതൊക്കെയാണെന്നാ പറഞ്ഞേ? ഫസ്റ്റ് വൺ, ഐ റീഡ് ന്യൂസ് പേപ്പർ ബുക്സ് എന്നൊക്കെ പറഞ്ഞില്ലായിരുന്നോ? സോ വൈ ദാറ്റ്? അപ്പൊ സിംഗുലർ വരുമ്പം ഒരു സബ്ജക്റ്റിനെ, നമ്മുടെ സബ്ജക്റ്റിനെ സിംഗുലർ എന്ന് പറഞ്ഞു. ഇനി പ്ലൂറൽ നോക്കിക്കേ ഏതാണെന്ന്. അവിടെ വേറൊരു ലിസ്റ്റ് ഇങ്ങനെയുണ്ട്. Hello everyone, this is me James. Welcome back to Fluent Now Happy Learning. Jason and Jesslyn, are you both ready? Yes. Really ready? Yes. അതുപോലെ തന്നെ യൂട്യൂബിൽ വാച്ച് ചെയ്യാൻ എല്ലാവരും റെഡിയാണെന്ന് വിശ്വസിക്കുന്നു. സോ once again, welcome to class 2. Do you remember what did we learn last day? Subject. Subject. We have learned about subject. Before that, we have just discussed something regarding fluency. Do you remember? Yes. Yes, about the fluency, we have told not only to speak but also to write with confidence, quickness, as well as with the correct language, right? Then we have gone to the sentence, and in the sentence, we have seen subject. Subjectile ഏതൊക്കെയാണെന്നാ പറഞ്ഞേ? ഫസ്റ്റ് വൺ, ഐ റീഡ് ന്യൂസ് പേപ്പർ ബുക്സ് എന്നൊക്കെ പറഞ്ഞില്ലായിരുന്നോ? സോ വൈ ദാറ്റ്? ഡൂവർ ആണോ? Yes. ഡൂവർ എന്താണ്? ഡൂവർ പറഞ്ഞേ, ഡൂവർ എന്താണെന്ന്? Person. പേഴ്സൺ, അത് ജോലി ചെയ്യുന്ന ആൾ അല്ലേ? പേഴ്സൺ ജോലി ചെയ്യുന്ന ആൾ. പിന്നെ ആരൊക്കെയാണുള്ളത്? Place. പ്ലേസ് ഉണ്ട്. ദെൻ Thing. തിങ്സിനെ പറ്റി പറയുമ്പോൾ Idea. ഐഡിയാസ്, ഇതെല്ലാം കൂടി വരുന്നിരുന്നു. അപ്പൊ ഡൂർ മാത്രമല്ല സബ്ജക്ട് എന്ന് yesterday we have just found out, and today we are just going to learn a little bit more about the subjects. ഇന്നലെ നമ്മൾ അവസാനിച്ചപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു സബ്ജക്റ്റിനെ നമുക്ക് ഡിവൈഡ് ചെയ്യാം. ഓക്കെ, സോ എത്രയായിട്ട് സബ്ജക്റ്റിനെ ഡിവൈഡ് ചെയ്യാം? 2. Which are they എന്ന് നമ്മളിപ്പോ നോക്കാൻ പോവുകയാണ്. Which are they? Just read it. Singular, plural. Singular and Plural. plural. Singular and plural. What do you mean by Jaswin? Singular and plural? Singular fast. means singular and plural. Plural means many people. Singular means Only one person. only One person. one, right? Singular. And plural means Many people. it can be two or more than that. Like Yes. that we come to know plural. അപ്പൊ സബ്ജക്റ്റില് എന്തായിരിക്കും സിംഗുലർ പ്ലൂറൽ എന്ന് പറയുന്നത്? എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? സബ്ജക്റ്റിൽ എന്തായിരിക്കും സിംഗുലർ പ്ലൂറൽ എന്ന് പറയുന്നത്? Doubt ഉണ്ട്. ഡൗട്ട് ഉണ്ട്. ലെറ്റ്സ് ചെക്ക് ഹിയർ. ഒരു ലിസ്റ്റ് തന്നെ കാണുന്നുണ്ടോ? നോക്കി, അവിടെ ഒരു ലിസ്റ്റ് കാണുന്നുണ്ടോ? Yes. സിംഗുലറിന്റെ ഭാഗത്ത് ഒരു ഇങ്ങനെ ലിസ്റ്റ് കാണുന്നുണ്ട്. ആ ലിസ്റ്റ് we will just read. What's the list? എന്തൊക്കെയാണ് ലിസ്റ്റ് എന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചാൽ ലിസ്റ്റ് ഉള്ളത്? Singular and plural. Singular and plural, right. In the singular, you might have seen a list. What is the list there? He, Yeah, he, she, yes, it, yeah. that, With energy, let it come with energy. he, she, it, that, this, Delhi, Jack. And all these, can you tell that? Are they one or many? One. അവൻ, ഹി എന്ന് പറഞ്ഞാൽ പല രീതിയിൽ പറയാം. അവൻ എന്നും അദ്ദേഹം എന്നും ഇവൻ എന്നൊക്കെ മലയാളത്തിൽ പറയാറുണ്ട് അല്ലെ? അപ്പം ഹി എന്ന് പറയുമ്പോൾ ഒരാളേ ഉള്ളൂ. ഷീ എന്ന് പറഞ്ഞാലും എത്ര പേരുണ്ട്? ഒരാൾ. ഷീ എന്ന് പറഞ്ഞാലും ഒരാൾ. ഒരാളാണ്. ഇറ്റ്, ഇറ്റോ ഒരാള്. ഒന്ന് മാത്രം. ഒരാള്. ആൻഡ് ദാറ്റ്, ദിസ്, ഡൽഹി, ആൻഡ് ജാക്ക്, ജസ്വിൻ, ജസ്ലിൻ എന്നൊക്കെ പറയുമ്പോഴും സിംഗുലർ ആണ്. സിംഗുലർ ആണ്. അതിന്റെ അർത്ഥം ജസ്ലിൻ, what do you mean by that? ഒന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെയാണോ ജസ്ലിനെ? ഒന്ന് മാത്രമേ ഉള്ളൂ. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നേ? Singular. സിംഗുലർ എന്ന് പറയുന്നു. എന്റെ കയ്യിൽ ഒരു പേരുണ്ട്. അപ്പൊ എന്താണത്? Singular. സിംഗുലർ ആണ്. ആർ യു ഷുവർ അബൌട്ട് ദാറ്റ്? Yes. ഓക്കെ. അപ്പൊ സിംഗുലർ വരുമ്പം ഒരു സബ്ജക്റ്റിനെ, നമ്മുടെ സബ്ജക്റ്റിനെ സിംഗുലർ എന്ന് പറഞ്ഞു. ഇനി പ്ലൂറൽ നോക്കിക്കേ ഏതാണെന്ന്. അവിടെ വേറൊരു ലിസ്റ്റ് ഇങ്ങനെയുണ്ട്. ജസ്മിൻ, are you able to read the list very fast? Yes. Yeah, then read it fast. I, you, they, we, this, those, Delhi and Mumbai. Okay, and Jack and Jill also is there in the last, so you will be able to see that. അവിടെ ഒന്നിൽ കൂടുതൽ ആൾക്കാരെ കാണാൻ സാധിക്കും. പക്ഷെ ആദ്യത്തെ ആളെ ഒന്ന് നോക്കിക്കേ. ഐ എന്ന് പറയുന്നത്
ഐ എന്ന് പറയുമ്പോൾ എത്ര പേരുണ്ട്? 1. ഐ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളാണ് അവിടെ ഉള്ളത്. പക്ഷേ അത് ഏതിലാ ഇവിടെ ഈ പ്രസന്റിൽ വന്ന് കിടക്കുന്നേ? Plural. അതെന്തുകൊണ്ടാ പ്ലൂറല്? Doubt ഉണ്ട്. ഡൗട്ട് ഉണ്ട്. വൈ ദിസ് ഐ ഇസ് കൺസിഡർ പ്ലൂറൽ? ഐ എന്ന് പറയുന്നത് എല്ലായ്പ്പോഴും പ്ലൂറൽ ആയിട്ടും കൺസിഡർ ചെയ്യാറില്ല എന്നുള്ളതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. ഇത് സിംഗുലർ ആയിട്ട് കൺസിഡർ ചെയ്യുന്ന സ്ഥലമുണ്ട്. പക്ഷെ പ്രസന്റ് ടെൻസിൽ നമ്മൾ അധിക സ്ഥലത്തും ഐ എന്ന് പറയുന്നത് പ്ലൂറൽ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. വൈ? ബിക്കോസ് നമുക്ക് കൂടുതൽ വില കൊടുക്കുന്നുണ്ടായിരിക്കാം. വി മൈറ്റ് ഗീവ് മോർ വാല്യൂസ് ടു us, റൈറ്റ്? നമുക്ക് കൂടുതൽ വില കൊടുക്കുന്നുണ്ടായിരിക്കാം നമ്മൾ എന്ത് പറയുന്നത്, ഐനെ പ്ലൂറൽ ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. ആൻഡ് അതർ വൺ, യു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീ, നിങ്ങൾ, താങ്കൾ എന്നൊക്കെയുണ്ട്. അങ്ങ് എന്നൊക്കെ അർത്ഥമുണ്ട്. അത് ഒരാളാണെങ്കിലും ഒന്നിൽ കൂടുതൽ പേരുണ്ടെങ്കിലും യുവിനെ എല്ലായ്പ്പോഴും എന്തായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്? Plural. പ്ലൂറൽ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഈ രണ്ട് കാര്യങ്ങളാണ് ഇവിടെ നമ്മൾ ജസ്റ്റ് നോക്കേണ്ടത്. ഐ എന്ന് പറയുമ്പോൾ പ്രസന്റ് ടെൻസിൽ ഈ കൺസെപ്റ്റില് നമ്മൾ Plural. പ്ലൂറൽ ആയിട്ട് കൺസിഡർ ചെയ്യുന്നു. യു എല്ലായ്പ്പോഴും തന്നെ എന്തായിട്ട് കൺസിഡർ ചെയ്യുന്നത്? Plural. പ്ലൂറൽ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ദേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംശയം ഉണ്ടോ? No. Jesslyn, how many people are there? Is it only one? They means only one? No. No, it can be many, right? Yes. Two or more. And what about we? We. Many people. People, ഒന്നിൽ കൂടുതലുള്ളവരെയാണ് നമ്മൾ വി എന്ന് പറയുന്നത്. That's the same with these, those, and Delhi and Mumbai എന്ന് പറയുമ്പോൾ രണ്ട് സ്ഥലങ്ങൾ വന്നു. ജാക്ക് ആൻഡ് ജിൽ എന്ന് പറയുമ്പോൾ രണ്ട് പേര് വന്നു. സോ ദാറ്റ് ഈസ് രണ്ടോ അതിൽ കൂടുതലോ ഉള്ളവരെ വി കോൾ പ്ലൂറൽ, ആൻഡ് ഒന്നുള്ളതിനെ വി കോൾ സിംഗുലർ. ഓക്കെ, ദെൻ വി ജസ്റ്റ് മൂവ്. അപ്പൊ നിങ്ങൾ വിചാരിക്കും ഇത് മാത്രമുള്ളൂ, ഇപ്പൊ നമ്മൾ ജസ്റ്റ് പ്രീവിയസിൽ കണ്ടത് ഇത് മാത്രം സിംഗുലർ ഉള്ളോ പ്ലൂറൽ ഉള്ളോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൽ വ്യത്യാസമുണ്ട്. നിങ്ങൾ പല സ്ഥലത്തും വേറെയും സിംഗുലർ കാണുമായിരിക്കും. ബട്ട് അറ്റ് ദ പ്രസന്റ് വി ഡോണ്ട് വാണ്ട് ടു ലേൺ മോർ അബൌട്ട് ദാറ്റ്. ബട്ട് ഈവൻ ദോ വി വിൽ ജസ്റ്റ് ഗോ ടു സീ വാട്ട് ഇറ്റ് ഈസ്. അല്ലെ എന്താ പ്രശ്നം എന്നറിയോ? ഞാൻ പറഞ്ഞു ഹി, ഷീ, ഇറ്റ് എന്നൊക്കെ ഉള്ളതാണ് സിംഗുലർ എന്ന് പറഞ്ഞു. അതല്ലാതെ നിങ്ങൾ സിംഗുലർ കണ്ടുപിടി പറയും, ഓഹോ ജിൻസാർ അങ്ങനെ പറഞ്ഞില്ലല്ലോ എന്നൊരു ചിന്ത വരും. ആ ചിന്ത ഉണ്ടാകാതിരിക്കാൻ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇൻഡെഫിനിറ്റ് പ്രോനൗൺ സബ്ജക്ട്സ് എന്ന് പറയുന്നതുകൊണ്ട് അതൊന്നും നിങ്ങൾ വേർഡ്സ് ഒന്നും പഠിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ ജസ്റ്റ് നോക്കേണ്ട എന്ത് മാത്രമാണ്? സിംഗുലറിന്റെ കീഴിൽ വരുന്നത് എവ്രി വൺ, സം വൺ, നോ വൺ, എനി വൺ, ഈച്ച് വൺ. കണ്ടോ ഒരു വണ്ണ് കണ്ടോ? അപ്പൊ വണ്ണിൽ വരുന്ന കുറച്ച് വേർഡ്സുകളെ. ദെൻ അനദർ വൺ, everything, something, nothing, anything. Did you see that? What of it, did you see that? Yes. Yes. അപ്പൊ അവിടെ തിങ് വരുന്നു അല്ലെ? വണ്ണ് വന്നു, തിങ് വന്നു. Then Jashwin, could you please read louder? What is next? Somebody. Yeah. Nobody. Yes. Anybody. Somebody, nobody, anybody. ആ buddies വരുന്നത് നമ്മൾ എന്ത് കൺസിഡർ ചെയ്യുന്നു? We consider the singular. Then still there are few more. Which are they? Each. Each. Either. Either. Neither. And neither. ഇതിനി നമ്മൾ സിംഗുലർ ആയിട്ട് കൺസിഡർ ചെയ്യുന്നതെന്ന് മാത്രം നമ്മൾ ഇവിടെ ഓർത്തിരുന്ന വെച്ചാൽ മതി. അതിൽ കൂടുതൽ ഒന്നും ഓർക്കേണ്ട. യു ഡോണ്ട് വാണ്ട് ടു ലേൺ എനിത്തിങ് ഹിയർ ബൈ ഹാർട്ട്, ബട്ട് ജസ്റ്റ് ടു റിമെമ്പർ ദീസ്. ഇതെല്ലാം ഒരു സിംഗുലർ ആയിട്ട് കൺസിഡർ ചെയ്യുന്നതെന്ന്. Then now just look the plural something is there are few. Jesslyn, are you able to read that? Yes. Yeah, then read it. Both. Fewer, Many. yes, Others. yes, and several, right? Okay, these are known as plural. ഇത്ര മനസ്സിലേക്ക് വെച്ചാൽ മാത്രം മതി. ഇതൊന്നും ബൈ ഹാർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് സിംഗുലറും പ്ലൂറലും ഇങ്ങനത്തെ സംഭവം കൂടി ഉണ്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി when we go further it will come automatically into us. നമ്മൾ കുറച്ച് സെന്റൻസ് ഒക്കെ വായിക്കുമ്പോഴൊക്കെ നമ്മുടെ മനസ്സിലേക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് വരുന്നതായിരിക്കും. Then we just move. And next session, I just read few of the sentences and you have to tell me how can we change it. Okay? First one, are you able to read there the first one? The Malayalam sentence? No, it's mixed. ഞാൻ സന്തോഷവാനാണ്. ഞാൻ സന്തോഷവാനാണ്. So let's try to change that one. ഞാൻ means English I. സന്തോഷവാനാണ്. സന്തോഷം ഇംഗ്ലീഷ് വാക്ക് എന്താണ്?
loves, സന്തോഷവാനാണ്. happy, ഹാപ്പി. യെസ്, സന്തോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാപ്പി. അപ്പൊ അവിടെ ആണെന്നുള്ള വാക്ക് വന്നു, ആയി കിട്ടി, ഞാൻ കിട്ടി, സന്തോഷം എന്നുള്ളത് കിട്ടി. അവിടെ ഒരു ആണ് എന്നുള്ള വാക്കുണ്ട്. ആണെന്ന വാക്ക് എന്താണ് നമുക്ക് കണ്ടുപിടിക്കാം. ജസ്റ്റ് വെയിറ്റ് ഫോർ ദാറ്റ്. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ്, ഐ വിൽ ജസ്റ്റ് റിപ്പീറ്റ്. ഞാനൊരു ട്രെയിനറാണ്. ഞാനൊരു ട്രെയിനറാണ്. ഇതിൽ നമുക്ക് എന്തറിയാം? ഞാൻ എന്ന് പറഞ്ഞ ആദ്യം പറഞ്ഞ പോലെ ഐ എന്ന് പറയാം. ദ ട്രെയിനർ, നിങ്ങൾക്ക് ട്രെയിനർ എന്നറിയാം. ഇവിടെയും എന്ത് കിടക്കുന്നുണ്ട്? ഒരു ആണ് കിടക്കുന്നുണ്ടല്ലേ? ആണ് കിടക്കുന്നില്ലേ? അത് എങ്ങനെയാണ് ഇംഗ്ലീഷിൽ കണ്ടെത്തുന്നതെന്നാണ് നമ്മൾ നോക്കുന്നത്. ജസ്റ്റ് ലുക്ക് നെക്സ്റ്റ് വൺ. വാട്ട് വുഡ് ബി ദ നെക്സ്റ്റ് വൺ? അയാൾ ഒരു ഡോക്ടറാണ്. അയാൾ എന്ന് പറയുമ്പോ ഫാസ്റ്റ്. ഹി ഡോക്ടറാണ്. ഒരു എന്ന് പറഞ്ഞാൽ എ അല്ലേ? ഒരു എന്ന് പറഞ്ഞാൽ ജസ്ലിൻ, ഇസ് ഇറ്റ് എ? യെസ്, ദാറ്റ്സ് എ. അപ്പം ഹി എ ഡോക്ടർ. അവിടെയും കിടക്കുന്നു ആണ് അല്ലേ? അവിടെയും നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? ആണെന്ന് പറയുന്നത് നമുക്ക് കണ്ടുപിടിക്കണം. സോ ലൈക്ക് ദിസ് വി ആർ ഗോയിങ് ടു ഫൈൻഡ് ഔട്ട് ഇവിടെ എങ്ങനെ ഫില്ല് ചെയ്യാൻ പറ്റും. അവർ എൻ്റെ സുഹൃത്തുക്കളാണ്. അവർ നമുക്ക് ദേ അറിയാം. സുഹൃത്തുക്കൾ എന്ന് പറഞ്ഞാൽ ഫ്രണ്ട്സ് എന്നറിയാം. എൻ്റെ എന്ന് പറഞ്ഞാൽ മൈ അറിയാം. അവിടെ നമുക്ക് ആണുണ്ട്. സോ ലൈക്ക് ദാറ്റ് വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് what would be the English word in that. അവിടെ നമ്മൾ ഇംഗ്ലീഷിൽ എന്താണ് ചെയ്യേണ്ടതാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അതാണ് നോക്കിക്കേ, ഐ ആം ഹാപ്പി. അവിടെ എന്ത് വന്നു? ആം വന്നു. അപ്പൊ ആമിന്റെ അർത്ഥം ഇവിടെ എന്താണ്? ആണ് എന്നാണ് അല്ലെ? ഞാൻ സന്തോഷവാനാണ് അല്ലെ? ആണെന്നുള്ള കിട്ടിയില്ലേ? ഹാപ്പി അല്ലെ? ആം എന്ന് പറഞ്ഞപ്പം. നെക്സ്റ്റ് വൺ, ഐ ആം എ ട്രെയിനർ. അവിടെ എന്ത് വന്നു? ആം വന്നു. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? ആണെന്നാണ്. നെക്സ്റ്റ് വൺ, ഹി ഈസ് എ ഡോക്ടർ. എന്താണ് അവിടെ? ഈസ് വന്നു. അതെന്താ അവിടെ ആണിന് അവിടെ ഈസ് വന്നേ? ആദ്യം ആണിന് അവിടെ ആം വന്നു, രണ്ടാമത്തെ ആണിന് അവിടെ ആം വന്നു, മൂന്നാമത്തെ ആണിന് നമുക്ക് അവിടെ വന്നിരിക്കുന്നത് എന്താണ്? ഈസാണ് അല്ലെ? മൂന്നാമത്തിന് വന്നിരിക്കുന്നത് ഈസാണ്. മലയാളത്തിൽ കണ്ടോ വ്യത്യാസമില്ല, പക്ഷെ ഇംഗ്ലീഷിൽ എന്തുണ്ട്? വ്യത്യാസമുണ്ട്. അവിടെയാണ് നമുക്ക് എന്ത് വരുന്നേ? സംശയം, കൺഫ്യൂഷൻ വരുന്നത്. ഇതൊന്നും ആദ്യം തന്നെ ക്ലിയർ ചെയ്യുവാണെങ്കിൽ നമ്മുടെ മുമ്പോട്ടുള്ള ഇംഗ്ലീഷ് ഇറ്റ് വുഡ് ബി ഈസി. നമ്മൾ അടുത്ത് പറഞ്ഞു ദ സൺ ഈസ് ഷൈനിങ് ബ്രൈറ്റ്ലി. അവിടെ നമുക്ക് ഈസ് ആണ് വന്നിരിക്കുന്നത്. ശ്രദ്ധിക്കുന്നുണ്ടല്ലോ അല്ലെ? ഇവിടെ നമുക്ക് എന്താ വന്നിരിക്കുന്നേ? ഈസ് ആണ് വന്നിരിക്കുന്നത്. സണ്ണ് കഴിഞ്ഞിട്ട് മൈ ഗോഡ്, ദ നെക്സ്റ്റ് വൺ ആണിന് പകരം വേറെയാണ് വന്നിരിക്കുന്നത്. നമ്മൾ ആണ് എന്ന് പറഞ്ഞു, പക്ഷെ ഇവിടെ വന്നിരിക്കുന്നത് ഏതാണ്? ആരാണ്. സോ മലയാളത്തിൽ നമ്മൾ ആണെന്നൊക്കെ പറയുന്നതിന് പകരം ഇവിടെ ഇംഗ്ലീഷിൽ നമ്മൾ മൂന്നെണ്ണം കണ്ടു. ഒന്ന് ആം കണ്ടു, then ഈസ് കണ്ടു, then here are. And let's see, one more will be there. The students are again are. So there we want to just clarify എന്തുകൊണ്ടാണ് മലയാളത്തിലുള്ളതിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഇംഗ്ലീഷിലുള്ളത് എന്നാണ് നമ്മൾ ക്ലാരിഫൈ ചെയ്യാൻ പോകുന്നത്. ഇതിനെയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ് പർട്ടിക്കുലർ ആയിട്ട് നമ്മൾ നോക്കുന്നത്. ആം ഈസ് ആർ എന്ന് പറയുന്നതാണ്. ജസ്റ്റിനെ എന്താണ് ഈ ആം ഈസ് ആർ? എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? ഉണ്ട്. എന്താണ് ഐഡിയ? ഉറക്കെ പറയൂ. ലൗഡ്. ആം എന്ന് പറയുന്നത് ഒരാളുള്ളപ്പോഴാണ്. അതിന്റെ കൂടെ ആം. ഇതിനെ മൊത്തത്തിൽ നമുക്ക് എന്തെന്ന് പറയാം? ആം ഈസ് ആർ ഒക്കെ ഉള്ളതിന് എന്തെന്ന് പറയാം? Let's see in the next. മലയാളത്തിൽ അർത്ഥം എന്താന്ന് മനസ്സിലായോ? എന്താണ് മലയാളത്തിൽ അർത്ഥം? ആണ്, then ആകുന്നു എന്നൊക്കെ പറയാറുണ്ട് അല്ലെ? ആണ്, ആകുന്നു എന്നൊക്കെ പറയാറുണ്ട്. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നേ? ഓക്സിലറി വെർബ്സ്. ആം ഈസ് ആറിനെ നമ്മൾ എന്തെന്ന് പറയും? ഓക്സിലറി വെർബ്സ്. ആ സ്ലൈഡിൽ മൊത്തം നിങ്ങൾ നോക്കി ടെൻഷൻ അടിക്കണ്ട. ഇത്രയും വലിയ സ്ലൈഡ് നിങ്ങൾ നോക്കി ടെൻഷൻ അടിക്കണ്ട. അതിൽ നമ്മൾ ഇന്ന് നോക്കുന്നത് എത്ര മാത്രമേ ഉള്ളൂ? എന്താണ്? ആം ഈസ് ആർ. ആം ഈസ് ആർ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് പ്രസന്റ്. ഓക്സിലറി വെർബിലെ
Present. എന്താണ്? Present. പ്രസന്റ് ആണ്. ആൻഡ് നെക്സ്റ്റ് സ്ലൈഡ് നോക്കിയേ, സിംഗുലർ പ്ലൂറൽ നോക്കിക്കേ. ഇൻ ദ സിംഗുലർ പ്ലൂറലും ഈസ് സിംഗുലറിന്റെ അടിയിൽ എഴുതിയേക്കുന്നേ, ആറ് പ്ലൂറലിന്റെ അടിയിൽ എഴുതിക്കുന്നു. ആം എവിടെയാണ്? വെർ ഇസ് ആം? നടുക്ക്. സിംഗുലർ ആണോ പ്ലൂറൽ ആണോ എവിടെയും പറയുന്നില്ല അല്ലേ? വൈ ഇറ്റ് ഈസ്, ലെറ്റ്സ് ഫൈൻഡ് ഔട്ട് നൗ. ആം ഈസ് ആർ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം നമ്മൾ പറഞ്ഞു, ആകുന്നു, ആണ് എന്നാണ്. സിംഗുലർ എന്ന് പറയുമ്പോൾ ഈസ് വന്നു. Am I clear? Yes. വന്നു. പ്ലൂറൽ എന്ന് പറയുമ്പോൾ ആറ്. ആറ് വന്നു. നെക്സ്റ്റ് വൺ, ആം. ആരുടെ കൂടെയാണ് ഉപയോഗിക്കുന്നത്? ആം ഉപയോഗിക്കുന്നത് ഒരാളുടെ കൂടെ മാത്രമേ ഉള്ളൂ. ആരുടെ കൂടെയാണ്? I. It's with I. Is it clear, Jesslyn? Yes. ഇത് മനസ്സിലാകുന്നുണ്ടോ? Yes. എന്താണ് ഈസ് പറഞ്ഞപ്പോ എവിടെ വന്നു? ഈസ് പറഞ്ഞപ്പോ എവിടെയാ ജസ്ലിന് വന്നേ? ഈസ് എവിടെയാണ് വന്നത്? Singular. സിംഗുലർ. ആരെവിടെയാണ് വന്നത്? Plural. പ്ലൂറൽ. ആൻഡ് വേർഡ് ആം. ആം എവിടെ വന്നു? ആം എവിടെ വന്നു? ജസ്വിൻ, come on. ഐന്റെ കൂടെ. ഐയുടെ കൂടെ മാത്രമേ വന്നുള്ളൂ. ജസ്ലിൻ, is it clear now? Yes. ഈസ് വന്ന്, സിംഗുലറിന്റെ കൂടെ ആറ് വന്ന്, പ്ലൂറലിന്റെ കൂടെ ഐ വന്നത്, ആം വന്നത് I included. ഐയുടെ കൂടെ. Is it clear now? Yes. Yes. Now നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത് ഇത്രയേ ഉള്ളൂ. ഏതാണ് സിംഗുലർ? നമ്മൾ ഓൾറെഡി പറഞ്ഞതല്ലായിരുന്നോ? സബ്ജക്റ്റ് പറഞ്ഞില്ലായിരുന്നോ? Yes. അത് ഏതൊക്കെയാണെന്ന് ഒന്നുകൂടി വായിച്ചേ ഫാസ്റ്റ് ജസ്വിൻ. No, in the subject. Next slide. Okay. Is. ഈസിന്റെ അടിയുള്ള ഏതൊക്കെയാണ്? He. Yeah. She. It. That. This. Okay, now we are told that he, she, it, that, this, Delhi, Jack and all those things are, we are told that is singular. ഇനി നോക്കിക്കേ, ഈസിന്റെ അവസാനത്തെ ലെറ്റർ ഏതാണ്? What is the last letter of is? Yes. Yes ആണ്. What is the first letter of singular? What is the first letter of singular? Yes. Yes. ഉറക്കെ പറ, confident ഓട് പറ. Just confident, with confident. Yes. Yes or no? Yes. Jesslyn, is it yes? Yes. യെസ്. ശ്രദ്ധിച്ചിരിക്കുക, അപ്പൊ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. എസ് ആണ്. യെസ് സ്റ്റാൻഡ്സ് ഫോർ സിംഗുലർ എന്ന് മനസ്സിലായോ? എസ് ഫോർ Singular. ഓക്സിലറി വേർബ്സിലെ ഒരു ട്രിക്കാണ് പറയുന്നേ. ഓക്സിലറി വേർബ്സില് എസ്സിൽ അവസാനിക്കുന്ന എല്ലാ വെർബുകളും എന്തായിരിക്കും? Singular. സിംഗുലർ ആയിരിക്കും. അതിന്റെ ആദ്യത്തെ ഉദാഹരണമാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. ഈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിംഗുലർ. ഈസില് എസ് ഉണ്ട്. എസ് സ്റ്റാൻഡ്സ് ഫോർ സിംഗുലർ. ഇസ് ഇറ്റ് ക്ലിയർ? Yes. The things which are under the R. ആറിൽ വന്ന് എവിടേക്കാണ്? അവിടെ യു, ദേ, വി. Okay, Jesslyn, come on, read faster. You, they, we, those. These, those, that and till. ഒന്നിൽ കൂടുതലുണ്ട്. അത് നമ്മൾ ഓൾറെഡി സബ്ജക്റ്റ് പഠിച്ചതാണ്. സെയിം സാധനമാണ്. അപ്പൊ പ്ലൂറലിന്റെ കൂടെ ആറ് വരും, സിംഗുലറിന്റെ കൂടെ ഈസ് വരും. ആൻഡ് ഐയുടെ കൂടെ ആര് വരും ജസ്വിൻ? Am. ആം. Is it clear? Is it clear? Yes. Yes. അപ്പം നമ്മൾ ഓൾറെഡി we will just make few of the sentences and you want to tell me what is that. Okay, first one. I am going to the Lulu Mall. Am. Why this arm here? Because there's I. Because that is I. നമ്മൾ അത് മാത്രമേ നോക്കുന്നുള്ളൂ. Auxiliary verbs. നമ്മൾ അതിന്റെ മീനിങ് കാര്യങ്ങളൊന്നും നോക്കുന്നില്ല. Just what we are going to look today is auxiliary verbs. Am is are. And am came here only because of I there. And just read faster the next one. What is that? I am happy with my current job. I am happy with my current job. And Jesslyn, why this am is here? Why this am? There is I. Because that starts with I. ഐയിൽ സ്റ്റാർട്ട് ചെയ്തുകൊണ്ടാണ് അവിടെ ആം വന്നിരിക്കുന്നത്. അപ്പം ഐ ആം ഹാപ്പി വിത്ത് മൈ കറന്റ് ജോബ്. ഞാൻ എൻ്റെ ജോബിൽ ഞാൻ ഹാപ്പിയാണ്. നിങ്ങളോ? നിങ്ങൾ ഹാപ്പിയാണോ? നിങ്ങൾ ആസ് എ സ്റ്റുഡന്റ് നിങ്ങൾ ഹാപ്പിയാണോ? നിങ്ങളുടെ ഹാപ്പിയാണോ? യെസ്. നിങ്ങളും നിങ്ങളുടെ ജോലിയില് കറന്റ് ജോബില് ഹാപ്പി ആയിരിക്കണം. So there we are writing on because of I. And here comes next one. Justin, read fast. He is watching a football match on TV. He is watching a football
He is watching a football match on TV. And what is auxiliary verb here? Is. Why the is? Because it's singular. Who is singular there? He. He, അവൻ എന്ന് പറയുന്നത് സിംഗുലർ ആയതുകൊണ്ടാണ് ഇവിടെ ഈസ് വന്നത്. അവിടെ ഫുട്ബോൾ മാച്ച് കണ്ടുകൊണ്ടിരിക്കുവാണ്. മാച്ചും ഓൺ ടി വി ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ലേറ്റർ വി വിൽ ഡിസ്കസ് ഓൺ ആൻഡ് എവറിത്തിങ്. അവിടെ മാച്ച് വാച്ച് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നെക്സ്റ്റ് ക്ലാസ്സിലേക്ക് വരുമ്പോൾ പ്രൊപ്പോസിഷനിലൊക്കെ വരുമ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. Then next one. What is the next one? She is a doctor at the local hospital. She is the doctor at the local hospital, right? And what is auxiliary verb there? Come on, is. Why is? She is the. Because she is there. സ്പീഡിൽ പറയണം. എൻ്റെ ക്ലാസ് എനിക്ക് ഇഷ്ടം പറഞ്ഞാൽ നിങ്ങൾ ഇങ്ങനെ സ്പീഡിൽ പറഞ്ഞുകൊണ്ടിരിക്കണം. ഉത്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സമയം എടുക്കരുത്. ഫാസ്റ്റർ. നമ്മൾ ഇംഗ്ലീഷ് പഠിക്കുന്നത് എങ്ങനെയായിരിക്കണം? സ്പീഡിൽ പഠിക്കണം. അപ്പോഴാണ് നമുക്ക് ഇൻട്രസ്റ്റ് ആവുന്നത്, അല്ലേ? അപ്പം ഈസ് വന്നു ബിക്കോസ് ഷീ ആണ്. നെക്സ്റ്റ് വൺ ദ സെയിം തിങ് ആണ്. ഇറ്റ് ഈസ് വന്നു. എന്തുകൊണ്ടാണ് ഈസ് വന്നേ? ഫാസ്റ്റർ. Singular ആയതുകൊണ്ട്. വാട്ട് ഈസ് സിംഗുലർ ദേ? It. ഈറ്റ്. ലൗഡർ ഓർക്ക പറയണം. എന്താണ് അവിടെ? It. ഇറ്റ് ആണ്. നെക്സ്റ്റ് വൺ ഈസ് വന്നു. ഈസ് എ ബ്യൂട്ടിഫുൾ പെയിന്റിംഗ്. ദിസ് ഈസ് എ ബ്യൂട്ടിഫുൾ പെയിന്റിംഗ്. ഈസ് വന്നു. എന്തുകൊണ്ട് ഈസ്? This. ദിസ് എന്താണ്? Singular. സിംഗുലർ ആണ്. അഗൈൻ ഈസ് വന്നിട്ടുണ്ട്. That is a challenging puzzle. That's a challenging puzzle. Tell me that. Why is there? എന്തുകൊണ്ടാണ് അവിടെ is? That. That എന്ന് പറയുന്നത് എന്താണ്? Singular ആണ്. That എന്ന് പറയുന്നത് സിംഗുലർ ആണ്. Next one. What is the next one? Delhi is famous for its street food. Is famous for its street food. Wow. Do you like foods? Yes. Do you like food? Yes. Everyone. And Delhi is famous for its street food. And it came because നമ്മൾ ആദ്യം പറഞ്ഞിരുന്നു why Delhi എന്ന് പറയുന്നത് Singular. സിംഗുലർ ആണ്. ഇപ്പൊ ഡൽഹി ആൻഡ് മുംബൈ എന്ന് ഏതെങ്കിലും വന്നായിരുന്നെങ്കിലോ ഈസിന് പറയാൻ എന്താ വരുന്നു? R. ഷുറാണോ? Yes. 6 പേര് വരുന്നു. ദെൻ ജാക്ക് ആരായതുകൊണ്ടാണ് അവിടെ ഈസ് വന്നേ? Singular ആയതുകൊണ്ട്. സിംഗുലർ ആയതുകൊണ്ടാണ്. Then we will just look. ഈ സെഷൻ മനസ്സിലായോ? ഞാൻ കുറച്ച് ഫാസ്റ്റിൽ പോകുന്നത് സിമിലർ സാധനം ആയതുകൊണ്ടാണ് ഫാസ്റ്റിൽ പോകുന്നത്. മനസ്സിലായില്ലെങ്കിൽ പറയണം. മനസ്സിലായോ ആദ്യത്തെ ഭാഗം? Yes. Did you get it? Yes. We have just seen that. Sorry. Is ഒക്കെയാണ് കണ്ടിരുന്നേ. കാരണം എന്താണ്? Singular ആയത്. അവിടെ ഈറ്റ് സിംഗുലർ ആണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു ഇറ്റ് സിംഗുലർ ആണ്, ദിസ് സിംഗുലർ ആണ്, ദാറ്റ് സിംഗുലർ ആണ്, ഡൽഹി സിംഗുലർ ആണ്, ജാക്ക് സിംഗുലർ ആണ്, അല്ലെ? അതെല്ലാം സിംഗുലർ ആയതുകൊണ്ട് ഇവിടെ ഈസ് വന്നു. ഈസ് എന്ന് പറയുന്നത് എന്താണ്? സിംഗുലർ ആണ്. വൈ? ബിക്കോസ് എന്ന് പറയുന്നത് സിംഗുലർ ആണ്, അല്ലെ? ഇവിടെ കാണുന്നുണ്ട്, ഇവിടെ നോട്ട് ചെയ്തേക്കുന്നത് ഇതെല്ലാം സിംഗുലർ ആണ്. ഓക്കെ, then we will move to plural. പ്ലൂറൽ നമ്മൾ കണ്ടിരുന്നു. അതിന്റെ അർത്ഥം ഒന്നാണ്, സെയിം തന്നെയാണ്. ആകുന്നു ആണ്, അല്ലെ? ആകുന്നു ആണ്. അതില് ഓൾറെഡി നമ്മുടെ സൈഡിൽ ഏതൊക്കെയാണ് ഉള്ളത്? യു ഉണ്ട്, they ഉണ്ട്, we, these, those, Jack and Jill. നമ്മൾ സെയിം സാധനം റിപ്പീറ്റ് ചെയ്യുന്നത് വീണ്ടും വീണ്ടും പറയാൻ കാരണം എന്താണ്? നിങ്ങൾക്ക് പെട്ടെന്ന് ഓർത്തിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ നമ്മൾ എക്സാമ്പിൾ, there are few examples given. Just read the first example. You are my best friend. You are my best friend എന്ന് പറയുമ്പോൾ what is the auxiliary verb there? R. അല്ല, കോൺഫിഡന്റ് കൂടി, ധൈര്യത്തോടെ, ഉഷാറോടെ പറഞ്ഞേ. what is the auxiliary verb there? R ആണ്, അല്ലേ? R ആണ് auxiliary verb. Why the R? എന്തുകൊണ്ടാണ് അവിടെ R വന്നേ? Because you is plural. Because you is plural. അതാണ് കൺസിഡർ ചെയ്യുന്നത്. സബ്ജക്റ്റിനെ കൺസിഡർ ചെയ്തുകൊണ്ടാണ് auxiliary verb വരുന്നത്. ഇങ്ങോട്ടുള്ള കാര്യങ്ങൾ നമ്മൾ കൺസിഡർ ചെയ്യുന്നതിന് മുമ്പേ നമ്മൾ എവിടെ കൺസിഡർ ചെയ്യും? സബ്ജക്റ്റിനെ കൺസിഡർ ചെയ്യും. So the next one, they are going to the concert tonight. They are going to the concert tonight. What is auxiliary verb? Come on, don't waste time. What is? R. Why it is R? Because it's they. Because they എന്ന് പറഞ്ഞാൽ ഒന്നിൽ കൂടുതൽ ആൾക്കാർ ഉണ്ടായതുകൊണ്ടാണ് നമ്മൾ they പറഞ്ഞു. അതുകൊണ്ട് അവിടെ എന്ത് വന്നു? R വന്നു.
വന്നു. സംശയമുണ്ടോ അതില്? ഇല്ല. Okay, next one. We are going to the beach this weekend. We are going to the beach this weekend. What is the auxiliary verb there? Are. Are ആണ് auxiliary verb. Why it is are? Because it's we. Because it's we. ഞാൻ ഇങ്ങനെ എക്സാമ്പിളുകൾ വീണ്ടും 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 വ്യത്യസ്തമായ എക്സാമ്പിളുകൾ പറയാൻ കാരണം നിങ്ങളുടെ മനസ്സിലേക്ക് പതിയാൻ വേണ്ടിയിട്ടാണ്. I, you, they, we, these, those, Jack and Jill എല്ലാം വരുന്നത് Plural. പ്ലൂറൽ. he, she, it, this, that, Jack ഒക്കെ വരുന്നത് Singular. സിംഗുലർ. അങ്ങനെ വരുന്ന സെന്റൻസിൽ വെച്ച് നിങ്ങൾ എന്ത് ചെയ്യണം? ഈസും മറ്റേല് ആർ ഉപയോഗിക്കണം. ഓക്കെ, these are my favorite books. Come on, what is that? Auxiliary verb there. Are. Are ആണ്. Why this are? Because it's these. These ഒന്നിൽ കൂടുതൽ ഉണ്ടായതുകൊണ്ട് അല്ലേ. Those are delicious cookies. Are. Are. Why? Because are. Because it's those. Those വന്നോണ്ടാണ്. Next one. What is the next one? Jack and Jill. Jack and are Jill. going to ഇംഗ്ലീഷ് the വായിക്കുന്നത് park. വായിച്ചേ. നല്ല ഇംഗ്ലീഷ് വായിക്കുന്നത് വായിച്ചേ യേശുനെ. Jack and Jill are going to the park. Jack and Jill are going to the park. ഇതിന്റെ കൂടെ നമ്മുടെ പ്രൊനൗൺസിയേഷൻ കൂടി ഇംപ്രൂവ് ചെയ്തുകൊണ്ടിരിക്കണം. വായിക്കുമ്പോൾ you want to just read like what we read in English. ഇംഗ്ലീഷ് സംസാരിക്കുന്നത് പോലെ നല്ല വ്യക്തമായിട്ട് വായിക്കും കൂടി ചെയ്യണം കേട്ടോ. സോ ജാക്ക് ആൻഡ് ജിൽ എന്ന് പറയുന്നത് ഒന്നിൽ കൂടുതൽ ഉണ്ടായത് കൊണ്ടാണ് നമ്മൾ അവിടെ എന്ത് ഉപയോഗിക്കുന്നത്? Are. ആർ ഉപയോഗിക്കുന്നത്. സോ ദാറ്റ് ഈസ് ആം ഈസ് ആർ എന്ന് പറയുന്ന ആകുന്നു നമ്മൾ പറഞ്ഞു. ഈസ് എന്ന് പറഞ്ഞാൽ സിംഗുലർ ആണെന്ന് പറഞ്ഞു. ആർ എന്ന് പറഞ്ഞാൽ പ്ലൂറൽ ആണെന്ന് പറഞ്ഞു. ആം നമ്മൾ ഉപയോഗിക്കുന്നത് ഹൈയുടെ കൂടെയാണെന്ന് പറഞ്ഞു. സോ ഇതാണ് സിംഗുലർ ഹി ഷീ ഇറ്റ് ആൻഡ് പ്ലൂറൽ യു ദേ വി എന്നുള്ളതൊക്കെയാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. സോ ഇവിടുന്ന് കിട്ടിയ ഇവിടം വരെ Yes. ക്ലിയർ? Yes. സിംഗുലർ പ്ലൂറൽ ക്ലിയർ? Yes. ഐയുടെ കൂടെ ആര് മാത്രമേ വരുള്ളൂ? Amatra. ആ മാത്രമേ വരുള്ളൂ പ്രസന്റ് ടെൻസിൽ അല്ലേ. ഓക്കെ, ഇപ്പൊ നമ്മൾ പോസിറ്റീവ് ആണ് പഠിച്ചത്. ഈ സെന്റൻസിനെയൊക്കെ നെഗറ്റീവ് ആക്കാൻ അറിയോ? നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഞാൻ പോകുന്നു. അപ്പൊ ഞാൻ നെഗറ്റീവ് ആയിട്ട് പറഞ്ഞെങ്കിൽ എന്ത് പറയണം? ഞാൻ പോകുന്നില്ല. ഞാൻ പോകുന്നില്ല. ഞാൻ വരുന്നു. ഞാൻ വരുന്നില്ല. ഞാൻ ഭക്ഷണം കഴിക്കുന്നു. ഞാൻ ഭക്ഷണം കഴിക്കുന്നില്ല. ഇവിടുന്ന് കിട്ടുന്നുണ്ടോ? Yes. ഞാൻ മിടുക്കനാണ്. ഞാൻ മിടുക്കനല്ല. നീ മിടുക്കിയാണ്. നീ മിടുക്കിയല്ല. ഒക്കെ പറ കേൾക്കട്ടെ. നീ മിടുക്കിയാണ്. നീ മിടുക്കിയല്ല. അങ്ങനെയല്ലേ മലയാളത്തിലാക്കുന്നേ. അപ്പൊ ഇംഗ്ലീഷിൽ എങ്ങനെ ആക്കാൻ പറ്റുമത്? ഹൗ ക്യാൻ വി ചേഞ്ച് ദാറ്റ് ടു നെഗറ്റീവ്? വളരെ ഈസി ആയിട്ടുള്ളതാണ്. ഈ ആം ഈസ് ആർ എന്ന് പറയുന്ന ഓക്സിലറി വെർബ് നമ്മുടെ മനസ്സിലേക്ക് കയറിയല്ലോ. ആം ഈസ് ആർ എന്ന് പറയുന്ന ഓക്സിലറി വെർബ് നമ്മുടെ മനസ്സിലേക്ക് കയറിയിട്ടുണ്ടല്ലോ. Yes. കയറിയോ? ആം എന്ന് പറയുന്നത് ആരുടെ കൂടെയാണ്? ഈ ഐന്റെ കൂടെ. ഉറക്കെ പറ. ആം എന്ന് പറയുന്നത് ഐന്റെ കൂടെ. ഐയുടെ കൂടെ. ഈസ് എന്ന് പറയുന്നത് ആർ സോറി ഈസ് എന്ന് പറയുന്നത് സിംഗുലറിന്റെ കൂടെ. സിംഗുലറിന്റെ കൂടെ. ആർ എന്ന് പറയുന്നത് പ്ലൂറലിന്റെ കൂടെ. പ്ലൂറലിന്റെ കൂടെ. കോൺഫിഡന്റ് വേണം, കുറച്ചുകൂടി കോൺഫിഡൻസ് പറയാം കേട്ടോ. ഈ ആം ഈസ് ആറിന്റെ കൂടെ ഒരു സംഭവം ചേർത്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? നെഗറ്റീവ് ആവും. എന്താ ചേർക്കണ്ടേ? നോട്ട്. നോട്ട് ചേർക്കുക. എന്താ ചേർക്കണ്ടേ? നോട്ട്. ആരുടെ കൂടെ നോട്ട് ചേർക്കണം? ഈസ് ആർ. ഈസ് ആം ആറിന്റെ കൂടെ നോട്ട് ചേർക്കണം. കുറച്ചുകൂടി ഉറക്കെ പറഞ്ഞേ. ഏതിന്റെ കൂടെ ചേർക്കണ്ടേ? ഈസ് ആറിന്റെ കൂടെ. ഈസ് ആം ആറിന്റെ കൂടെ. സോ ഐ ആം സ്മാർട്ട്. ഐ ആം നോട്ട് സ്മാർട്ട്. ഐ ആം നോട്ട് സ്മാർട്ട്. ഇവിടെ ക്ലിയർ ആവുന്നുണ്ട്, കാണുന്നുണ്ടല്ലോ. ഇത് വായിച്ചാലേ അല്ലെ. ഓക്കെ, ഐ ആം സ്മാർട്ട്. ആൻഡ് നെക്സ്റ്റ് വൺ, യു ആർ സ്മാർട്ട്. യു ആർ സ്മാർട്ട്. You aren't smart. Why here aren't? അവിടെ ആദ്യം പറഞ്ഞു നോട്ട് ആണ് ചേർക്കേണ്ടതെന്ന് പറഞ്ഞു. രണ്ടാമത്തെ നോട്ട് ചേർക്കുമ്പോഴേ ആറിന്റെ എന്താ വന്നേ? Why it is? ഇത് രണ്ടും സെയിം ആണോ? യു ആം നോട്ട് ആൻഡ് ആറിന്റ് എന്ന് പറയുന്നത് സെയിം മീനിങ് ആണ് വരുന്നേ. യെസ്. ആണോ അല്ലയോ ജസ്റ്റിനെ? യെസ്. അതെ. എന്തുകൊണ്ടാണ്? എന്തുകൊണ്ടാണ്? നമ്മൾ ഷോർട്ടൻ ചെയ്യുന്നു അല്ലെ. കൺട്രാക്ഷൻ ആണ്. എങ്ങനെയാണ് ഷോർട്ടൻ ചെയ്യുന്നത്?
ഇവിടെ ആദ്യം നോക്കിയോ, ആം നോട്ട് എന്ന് പറയുമ്പോൾ ഇവിടെ ഒരു സ്പേസ് ഉണ്ട്. ഇവിടെ ഒരു സ്പേസ് കൊടുത്തിട്ടാണ്. ആറിൻഡ് എന്ന് പറയുമ്പോൾ സ്പേസ് ഉണ്ടോ? No. ഇല്ല. ആറിൻഡ് വരുന്ന സ്പേസ് ഇല്ല. സെയിം മീനിങ് ആണ്. ആർ നോട്ട് എന്ന് തന്നെ ഉപയോഗിക്കുന്നതാണ് ആറിൻഡ്. നമ്മൾ സ്പോക്കൺ ഇംഗ്ലീഷിൽ മോസ്റ്റ്ലി വാട്ട് വി യൂസ് ദാറ്റ്, ഇത് അങ്ങനെ ഒരു ഷോർട്ടൻ ഫോം ആണ്, കൺട്രാക്ഷൻ ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. പക്ഷെ റിട്ടൺ ലാംഗ്വേജ് നമുക്ക് ഫോർമൽ ആയിട്ടുള്ളതെല്ലാം സെപ്പറേറ്റ് തന്നെയായിട്ടായിരിക്കും എഴുതുന്നത് കേട്ടോ. സോ നെക്സ്റ്റ് വൺ, ദേ ആർ സ്മാർട്ട്. They are smart. They aren't smart. And next one, we are smart. We are not smart. We are not smart എന്ന് പറയുന്നതും ശരിയാണ്. മറ്റതും we aren't smart. നിങ്ങൾക്കത് അങ്ങോട്ട് മനസ്സിലേക്ക് പതിയാൻ വേണ്ടിയിട്ടാണ് ആർ നോട്ടും ആറിൻറ്റും ഒക്കെ തന്നേക്കുന്നത് കേട്ടോ. ശ്രദ്ധിക്കുന്നുണ്ടോ? ജെസ്ലിൻ, ആർ യു ലിസണിംഗ് ദ ക്ലാസ്? Yes. Yes, listen that. First one we are told that is ആറിന്റെ കൂടെ എന്ത് ചേർക്കണം? Not. നോട്ട് ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താണ് ലഭിക്കുന്നത്? Negative. നെഗറ്റീവ് കിട്ടും. Is it clear now? Yes. Yes. അപ്പം he is smart. ഇവിടെ നോക്കിക്കേ ഒരു കാര്യം, ഐന്റെ കൂടെ നമ്മൾ നേരത്തെ പറഞ്ഞൊരു കാര്യം ഉണ്ടല്ലോ, നമുക്ക് കളർന്ന് മാറ്റി നോക്കാം. ഐയുടെ കൂടെ ആരാ വരുന്നതെന്ന് പറഞ്ഞേ? ആം. കണ്ടില്ലേ അവിടെ? പിന്നെ യുവിന്റെ കൂടെയും ദേയുടെ കൂടെയും വിയുടെ കൂടെയും എന്താ വന്നേ? Are. ആറ് വന്നു. കോൺഫിഡൻറ്റ്, മേക്ക് ഇറ്റ് സ്ട്രോങ്. ഏതാ വന്നേ? Are. ആറ് വന്നു. നോക്കിയേ, ഹീയുടെ കൂടെ ഏതാ വന്നേ നോക്കിയേ? Is. ഈസ്. അപ്പം ഹി ഈസ് നോട്ട് സ്മാർട്ട് എന്ന് കൊണ്ട് പറയാം. ഷോർട്ടായിട്ട് എങ്ങനെ പറയും? He isn't smart. ഹി isn't smart, right? isn't ഒരുമിച്ച് എഴുതും. She is smart. നെഗറ്റീവ്. She is not smart. She is not smart or she isn't smart. നിങ്ങൾ സ്മാർട്ട് ആണോ? സ്മാർട്ട് ആയിട്ട് കാണുന്നില്ലല്ലോ. ജെസ്റ്റിൻ ആൻഡ് ജെസ്ലിൻ, are you both smart? Yes. Then faster, make it faster. It is smart. It isn't smart. It isn't smart. It is not smart. Like, Yes. Jack is smart. Jack is not smart. Jack is not smart. ഇത് ക്ലിയർ ആയിട്ടുണ്ടോ? Yes. ഒരു സെന്റൻസിനെ പോസിറ്റീവ് ആയ സെന്റൻസ്, ആം ഈസ് ആർ ഉള്ള പോസിറ്റീവ് ആയ സെന്റൻസിനെ നെഗറ്റീവ് ആക്കണമെങ്കിൽ അതിന്റെ കൂടെ എന്ത് ചേർത്താൽ മതി? Not. നോട്ട് ചേർത്താൽ മതി. Is it clear? Yes. Is it clear? Yes. Okay, next one. അടുത്തത് yes or no ആൻസർ പറയണം അല്ലേ? നമ്മൾ ചോദ്യം ചോദിക്കുമ്പം യെസ് എന്ന് കിട്ടണം അല്ലെങ്കിൽ നോ എന്ന് കിട്ടണം. അതിനെന്താ ചെയ്യേണ്ടത്? ഒരു സൂത്രവാക്യം സിമ്പിൾ ആയിട്ടുണ്ട്. ഇതേ ആമി സാർ അല്ലെ, നമ്മുടെ പ്രസന്റ് ടെൻസിന്റെ ആമി സാറിനെ പറ്റിയാ പറയുന്നത്. ഇതേ ആമി സാർ നമുക്ക് എങ്ങോട്ടെടുത്ത് എഴുതണം? എങ്ങോട്ടെടുത്ത് എഴുതണം? മുമ്പിലേക്ക് എടുത്തേക്കാം. മുമ്പിലേക്ക്. ഏതിന്റെ ആദ്യം എഴുതണം അല്ലെ? സെന്റൻസിന്റെ തുടക്കത്തിൽ ഉപയോഗിച്ചാൽ മതി. ആദ്യം നമ്മൾ നെഗറ്റീവ് ആക്കാൻ എന്താ പറഞ്ഞേ? സെന്റൻസിന്റെ തുടക്കം. ആം ഈ സാർ കഴിഞ്ഞിട്ട് നോട്ട് ചേർക്കണം എന്ന് നെഗറ്റീവിൽ പറഞ്ഞു. Yes. നെഗറ്റീവിൽ അങ്ങനെയല്ല പറഞ്ഞേ. Yes. ക്വസ്റ്റ്യൻ ആക്കാൻ. എന്ത് ക്വസ്റ്റ്യൻ? യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആക്കാൻ വേണ്ടിയിട്ട്. ഉത്തരം യെസ് ഓർ നോ കിട്ടണമെങ്കിൽ ഈ ആം ഈ സാറിനെ എടുത്ത് എവിടെ എഴുതണം ജസ്ലിനെ? ഫസ്റ്റിലേക്ക്. ഫസ്റ്റിൽ, ആദ്യത്തിലേക്ക് എഴുതണം അല്ലെ? ആദ്യത്തിലേക്ക് എഴുതണം. വെരി ഗുഡ്. രണ്ടുപേർക്കും സ്റ്റാർ ഉണ്ട് അല്ലെ? ഇന്നലത്തെ പോലെ സ്മാർട്ട് ആണോ ഒന്ന് രണ്ടുപേരും? Yes. യെസ്, ഒരു സ്റ്റാർ കിട്ടിയിട്ടുണ്ട് രണ്ടുപേർക്കും. അപ്പൊ നോക്കിക്കേ, ഐ ആം സ്മാർട്ട്. അപ്പൊ എന്തായിരിക്കും നെഗറ്റീവ് വരുന്നേ? നെഗറ്റീവ് അല്ലല്ലോ നമ്മൾ പറഞ്ഞേ. യെസ് ഓർ നോ ക്വസ്റ്റ്യൻ, സ്മാർട്ട് ആണോ എന്ന് ചോദിക്കുന്നത് എങ്ങനെ വരും? Am I smart? Am I smart? Is it clear? Yes. ഈ ആമിനെ നമ്മൾ എടുത്തിട്ട് എങ്ങോട്ട് ഇട്ടു? മുൻപിലേക്ക് ഇട്ടു. ആമിനെ എടുത്ത് നമ്മള് മുൻപിലേക്ക് ഇട്ടു. Then you are smart. Are you smart? Are you smart? ജെസ്ലിൻ, are you listening? കിട്ടുന്നുണ്ടോ? Yes. ജെസ്ലിന് കിട്ടുന്നുണ്ടോ? Yes. Yes. Then tell me that. Next one. They are smart. Are they smart? Are they smart? അല്ലേ? They are smart. Are they smart? എളുപ്പമാകുന്നുണ്ടോ? നമ്മൾ ഫാസ്റ്റ് ഫോർവേഡ് ചെയ്യും, മൂവ് ചെയ്തുകൊണ്ടിരിക്കും. നിങ്ങൾക്ക് ശ്രദ്ധിക്കുന്നുണ്ടോ? ഈസ്, ആറിനെ സെന്റൻസിന്റെ എവിടെ ഇടണം? മുൻപിലിടണം. മുൻപിലിടണം. സെന്റൻസിന്റെ മുൻപിലിടണം. മുൻപിലിടണം. We are smart. We are smart. Are we smart? Are we smart? Next one. He is smart. Is he smart? Is he smart? കണ്ടോ,
ആം ഐയുടെ കൂടെ, ആർ യുവിന്റെ കൂടെ, ആർ ദേയുടെ കൂടെ, ആർ വിയുടെ കൂടെ. നമ്മൾ ആദ്യം പഠിച്ച സബ്ജക്റ്റിന്റെയും ഓക്സിലറി വെർബ്സിന്റെയും കണക്ഷൻ കിട്ടുന്നുണ്ടോ? കിട്ടുന്നുണ്ടോ? Yes. യെസ്. ദെൻ ഈസ് വന്ന ആരുടെ കൂടെയാണ്? ഈസ് ആരുടെ കൂടെ വന്നേ? Singular. സിംഗുലർ ആയിട്ടുള്ള ഹീയുടെ കൂടെ വന്നു അല്ലെ. അപ്പം ഈ ഈസിനെ എടുത്ത് ഫ്രണ്ടിലിട്ടു. ഈസ് ഹി സ്മാർട്ട്. ഓക്കെ. ദെൻ നെക്സ്റ്റ് വൺ നമ്മൾ കാണേണ്ട ഷീ വന്നു. ഷീ വരുമ്പോഴോ ഈസിനെ എടുത്ത് എവിടെ ഇടണം? ഫസ്റ്റില് ഫസ്റ്റിൽ ഇടണം. പിന്നെയോ അടുത്ത് വന്നോ ഇറ്റ് വന്നു. അപ്പൊ ഈസിനെ എടുത്ത് എവിടെ ഇടണം? ഫസ്റ്റില് ഫസ്റ്റിൽ ഇടണം. അപ്പൊ നമുക്ക് yes or no ക്വസ്റ്റ്യൻ ആകും. അപ്പൊ ഞാൻ ചോദിക്കണം വേറൊരു സെന്റൻസ്. They are rich. They are rich. Tell me what it is question. Are they rich? Are they rich? അവർ റിച്ച് അല്ല എന്ന് പറഞ്ഞേ. They are rich. അവർ റിച്ച് ആണ്. അവർ റിച്ച് അല്ല. They are not rich. They are not rich or they aren't rich. Right? They are rich എന്ന് പറഞ്ഞു. They aren't rich. അവർ റിച്ച് ആണോ എന്ന് ചോദിക്കുമ്പോഴോ are they Rich. Are they rich? Okay, next one. Jack is smart. Is Jack Smart. So രണ്ട് കാര്യങ്ങൾ നമ്മൾ ഇവിടെ നോക്കി. എന്തൊക്കെയാണ്? ഒന്ന് നമ്മൾ കണ്ടത് ഏതാണ്? നെഗറ്റീവ് ആണെങ്കിൽ ഈസ് ആറിന് ശേഷം നോട്ട് ചേർക്കുക. നമുക്ക് എസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണെങ്കിൽ എന്ത് വേണം? ഈ ആമീസ് ആറിനെ സെന്റൻസിന്റെ ഫ്രണ്ടിലേക്ക് ഇടുക. അതേതാണെങ്കിലും ഈ ആമീസ് ആർ ഉപയോഗിച്ചിട്ടുള്ളത്. ഓക്കെ, നെക്സ്റ്റ് വൺ നമുക്കുള്ളത് ക്വസ്റ്റ്യൻസ് ആണ്. ഫാസ്റ്റ് ആയി പോകുന്നുണ്ടോ? നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? Yes. ഓക്കെ, ഇതിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്നറിയോ? അപ്പം ജസ്വിനും ജസ്ലിം അതുപോലെ യൂട്യൂബിൽ കാണുന്ന എല്ലാവരും, ഈ വീഡിയോ കാണുന്ന എല്ലാവരും 10 സെന്റൻസ് വീതം ഇന്നുണ്ടാക്കി യൂട്യൂബിൽ നിങ്ങൾ മെസ്സേജ് ചെയ്തിരിക്കണം, ടൈപ്പ് ചെയ്യണം. എന്താണ്? 5 നെഗറ്റീവും 5 ക്വസ്റ്റ്യനും. WH ക്വസ്റ്റ്യൻ അല്ല, നമ്മൾ അതിന് മുമ്പ് നോക്കിയത് ഏതാണ്? എസ് ഓർ നോ ക്വസ്റ്റ്യൻസിന് ആൻസർ വരുന്ന രീതിയിലുള്ളത്. അങ്ങനെ 5 5 10 ഇടണം. ഓക്കെ, എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? അത് ഇട്ടാൽ മാത്രം പോരാ, യു ഹാവ് ടു റീഡ് ഇറ്റ് ലൗഡർ. അത് നന്നായിട്ട് ഉറക്കെ വായിക്കണം. ഫസ്റ്റ് യു ടൈപ്പ് ഇറ്റ് ആൻഡ് ഗെറ്റ് ഇൻ ടു ദാറ്റ് and read it several times. Okay, then we will just move to WH question. WH question ല് എന്ത് മാറ്റാണ് വരുന്നതെന്ന് നമ്മൾ പെട്ടെന്ന് നോക്കുവാണ്. It will be more easy as we have just seen the previous time. Question word ഓക്സിലറി വേർബ് ആദ്യം ഉപയോഗിച്ചിട്ടുള്ള ക്വസ്റ്റ്യന്റെ മുൻപിൽ ഉപയോഗിച്ചാൽ മാത്രം മതി. എൻ്റെ മുന്നിൽ മനസ്സിലായി എന്തെങ്കിലും? ഒന്നുമില്ല. നമ്മൾ ആദ്യം ദേ ആർ റിച്ച് എന്ന് പറയുമ്പോൾ ആർ ദേ റിച്ച് എന്ന് ചോദിച്ചില്ലേ? ആ ആറിന്റെ മുൻപിൽ ഒരു ക്വസ്റ്റ്യൻ വേർഡ് എടുത്തിടുക. ഏതൊക്കെയാണ് ക്വസ്റ്റ്യൻ വേർഡ് ഉള്ളത്? വെൻ ഉണ്ട് അല്ലെ? വെൻ, വേർ, വൈ, ഹൗ എന്നുള്ള ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ വേർഡ് എടുത്ത് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് ക്വസ്റ്റ്യൻ കിട്ടും. എസ് ഓർ നോ അല്ല, ഏതെങ്കിലും ഉത്തരം തരേണ്ട രീതിയിലുള്ളത് അല്ലെ, സെന്റൻസ് ആയിട്ട്. അപ്പം ഐ ആം ഹാപ്പി എന്ന് പറഞ്ഞു. ഈ ഐ ആം ഹാപ്പിനെ നമ്മൾ ഹാപ്പി ആണോ എന്ന് ചോദിച്ചത് എങ്ങനെയാണ് ജസ്റ്റിനെ? Am I happy? ആം ഐ ഹാപ്പി. കണ്ടോ വന്നിരിക്കുന്നത് ആം ഐ ഹാപ്പി. ഇനി ഈ ആം ഐ ഹാപ്പിനെ നമുക്കൊരു ക്വസ്റ്റ്യൻ ആക്കണമെങ്കിൽ ഈ ആമിന്റെ മുൻപിലേക്ക് നമുക്കൊരു ക്വസ്റ്റ്യൻ വേർഡ് ഉപയോഗിക്കണം. എന്തുകൊണ്ടാണ് ഞാൻ ഹാപ്പി എന്ന് ചോദിക്കണമെങ്കിലോ? എന്തുകൊണ്ടാണ് ഞാൻ ഹാപ്പി? Why am I happy? Why am I happy? അത് തന്നെയാണല്ലോ ഇവിടെ കിടക്കുന്നത്. Why am I happy? കണ്ടോ, ഈ ആമിന്റെ മുൻപിലേക്ക് നമ്മൾ എന്ത് ചെയ്തു? WH ക്വസ്റ്റ്യൻ ഇട്ടു. WH ക്വസ്റ്റ്യൻ ഇട്ട് കഴിഞ്ഞപ്പോ അത് WH ക്വസ്റ്റ്യന്റെ പാറ്റേൺ ആയി. എന്തുകൊണ്ടാണ് നിങ്ങൾ ഹാപ്പി എന്ന് പറയുമ്പോൾ നമ്മളൊരു സെന്റൻസ് തന്നെ പറയണം അല്ലേ? നെക്സ്റ്റ് വൺ, ജസ്റ്റ് റീഡ്. വാട്ട് ഈസ് നെക്സ്റ്റ് വൺ? She is a teacher. She is a teacher. അപ്പൊ നമ്മൾ എന്ത് പറയുന്നു? അവൾ ടീച്ചർ ആണോ എന്ന് ചോദിക്കുന്നത് എങ്ങനെയാണ്? Is she a teacher? A teacher. Very good. ഇനി നമ്മൾ അവൾ എന്താണെന്ന് ചോദിക്കുക. എന്താണ്? What is she? അല്ലേ? What is she? ഈ ഈസിന്റെ മുൻപിലേക്ക് നമ്മൾ എന്താ ചേർത്തത്? വോട്ട് ചേർത്തു. നമ്മൾ എസ് ഓർ നോ ക്വസ്റ്റ്യൻ സിമ്പിൾ ആയിട്ട് ഇങ്ങനെ പറഞ്ഞാൽ മതി. നമ്മൾ എസ് ഓർ നോ ക്വസ്റ്റ്യൻ ഉണ്ടാക്കിയില്ലേ? ആ എസ് ഓർ നോ ക്വസ്റ്റ്യന്റെ തൊട്ട് മുമ്പിൽ നമ്മളൊരു WH ക്വസ്റ്റ്യൻ ചേർത്ത് കഴിഞ്ഞാൽ അതിന് സൂട്ടബിൾ ആയിട്ടുള്ളതായിരിക്കണം കേട്ടോ. ഏതെങ്കിലും എടുത്തിട്ടാൽ പോരാ, സൂട്ടബിൾ ആയിട്ടുള്ള WHO ക്വസ്റ്റ്യൻ ഇട്ട് കഴിഞ്ഞാൽ അത് WHO ക്വസ്റ്റ്യൻ ആയി. ക്വസ്റ്റ്യൻ ബോർഡ് ഇട്ട് കഴിഞ്ഞാൽ WHO ക്വസ്റ്റ്യൻ ആയി. നിങ്ങൾ
ഡീറ്റെയിൽ ആയിട്ടുള്ള ഉത്തരം നൽകേണ്ട ക്വസ്റ്റ്യൻ ആയി. വൺ മോർ ദിസ് ഡേ. ജസ്വിൻ read it louder. We are going to the park. Okay, we are going to the park. Jesslyn, come on. അതിനെ നമുക്ക് എങ്ങനെയാക്കാൻ പറ്റും? നമ്മളൊരു ആണോ പാർക്കിലേക്കാണോ പോകുന്നതെന്ന് ചോദിച്ചേ. പാർക്കിലേക്കാണോ പോകുന്നേ? Are we going to the park? Are we going to the park? And next one, WH question വരുവാണെങ്കിലോ, Where are we going? where are we going? Where are we going? ഇങ്ങനെയാണ് നമുക്ക് എന്തുണ്ടാക്കാൻ പറ്റുന്നത്? നമുക്ക് WH ക്വസ്റ്റ്യൻ ഉണ്ടാക്കാൻ പറ്റുന്നത്. ഇറ്റ് ഈസ് ഈസി വേ. ജസ്റ്റ് ദെൻ ഇതാണ് അതിന്റെ പാറ്റേൺ. ജസ്റ്റ് പാറ്റേൺ നോക്കിക്കോ, എങ്ങനെയാണ് ഇത് ഉപയോഗിക്കുന്നത് എന്നുള്ള ഇതൊന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചേരെ നിങ്ങൾക്ക് ഈസി ആയിട്ടായി മനസ്സിലാക്കാൻ സാധിക്കും. എങ്ങനെയാണ് ഇത് ഫോം ചെയ്യുന്നത് എന്നുള്ള ബേസ് ഫോം ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പം ഇന്ന് നമ്മൾ ജസ്റ്റ് നോക്കിയത് ഇത്ര മാത്രമേ ഉള്ളൂ. ഓക്സിലറി വെർബിലെ ആം ഈസ് ആറാണ് നോക്കിയത്. അത് പ്രസന്റ് ടെൻസ് ആണെന്ന് മനസ്സിലായോ? പ്രസന്റ് ടെൻസ് ആണെന്ന്. Yes. അതായത് ഇപ്പൊ നടക്കുന്ന കാര്യങ്ങൾ അല്ലെ, പ്രസന്റിൽ നടക്കുന്ന കാര്യങ്ങളെ പറ്റിയാണ് നമ്മൾ സംസാരിച്ചത്. അതിനുശേഷം വരുന്നത് നമ്മൾ ആം എവിടെയാണ് ഉപയോഗിക്കുന്നത്, ഈസ് എവിടെയാണ് ഉപയോഗിക്കുന്നത്, ആരെവിടെയാണ് ഉപയോഗിക്കുന്നത് നമ്മൾ മനസ്സിലാക്കിയോ? Yes. Come on, മനസ്സിലാക്കിയോ? Yes. Yes. നിങ്ങൾക്ക് ഒരു 10 എക്സാമ്പിൾ എങ്കിലും ചെയ്യാൻ റെഡി ആണോ? Yes. Are you ready? Yes. ജസ്വിൻ, are you ready? Yes. Yes. അതിനുശേഷം നമ്മൾ നെഗറ്റീവ് ആക്കാൻ മനസ്സിലാക്കിയിരുന്നു. Yes. Yes. ആ ഈ സാറിന് ശേഷം നോട്ട് ചേർത്താൽ മാത്രം മതി. ദെൻ ഇതിനെ നമ്മളൊരു എസ് ഓർ നോ ക്വസ്റ്റ്യൻ ആക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്തു? ഈ ഓക്സിലറി വെർബിനെ എവിടെ ചേർത്തു? ഫ്രണ്ടിലേക്ക് ഇട്ടു. അതിനെ WH ആക്കണമെങ്കിലോ അതിന്റെ മുമ്പിൽ ഒരു WH ക്വസ്റ്റ്യൻ വേർഡ് ഉപയോഗിച്ചു. Is it clear now everyone? Yes. Okay. So it's my request. ഈ യൂട്യൂബ് ചാനല് വീഡിയോ കാണുന്ന എല്ലാവരും ഇത് വീണ്ടും വീണ്ടും പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യുക. സിമ്പിൾ കൺസെപ്റ്റ് ആണ്. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഗ്രാമറിലേക്ക് അല്ല പോകുന്നത്. ഇത് നമ്മുടെ ഇംഗ്ലീഷ് പെട്ടെന്ന് നമുക്ക് ക്വസ്റ്റ്യൻ ഉണ്ടാക്കാനും സെന്റൻസ് ഉണ്ടാക്കാനും. നമുക്ക് സെന്റൻസ് ആണ് ഉണ്ടാക്കേണ്ടത് അല്ലെ, ഫ്ലുവൻ്റ് ആയിട്ട് സംസാരിക്കാൻ സെന്റൻസ് ആണ് വേണ്ടത്. ആ സെന്റൻസ് ഫ്രെയിം ചെയ്യാൻ വളരെ ഈസി ആയിട്ടുള്ള ഒരു മാർഗ്ഗമാണിത്. സോ പ്രാക്ടീസ് ഇറ്റ് ബൈ യുവർ സെൽഫ്. പിന്നെ നമ്മുടെ ഓൺലൈനിലുള്ള ക്ലാസ്സുകളുള്ള കാര്യം മറക്കേണ്ട. അതിനുവേണ്ടി ഇതിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ലൈവ് സൂം ക്ലാസ്സുകളായിരിക്കും. വി ജസ്റ്റ് കണ്ടക്ട് ഡിബേറ്റ്, ഡിസ്കഷൻ, ദെൻ നമുക്ക് ടേബിൾ ടോപ്പിക് ഒക്കെ തന്ന് പെട്ടെന്ന് സംസാരിക്കാനുള്ള 1 മിനിറ്റ് ടോപ്പിക് ഒക്കെ തരും. പിന്നെ കോൺവെർസേഷൻ പ്രാക്ടീസ് ഉണ്ടാകും. സോ there are a lot of activities. So join if you wish to join. നിങ്ങൾ വിഷ് ആകണമെന്നാണ് ഞാൻ പറയുന്നത്. പെട്ടെന്ന് നിങ്ങളുടെ ഇംഗ്ലീഷ് ലാംഗ്വേജ് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി. Okay, we meet you next class. Bye bye. This is James signing out from Fluent Now. Happy learning.